ഹായ് ഹലോ ഉഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് അവർ തിരികെ വരുമോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ സാധ്യമാകൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് 12 കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ വ്യക്തിയെ പറ്റി ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാം. ഇത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ആ വ്യക്തി, നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ. ഓക്കെ, ഞാൻ 12 കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്പ് റിവേഴ്സ് ആണ്, 6 ഓഫ് കപ്പ് റിവേഴ്സ് ആണ്, 9 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, സ്റ്റാർ വന്നിട്ടുണ്ട്, ഡെത്ത്, അതേപോലെ തന്നെ 4 കപ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ലവേഴ്സ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അവർ തിരികെ വരുമോ എന്ന് ചോദിച്ചാൽ ഇതിൽ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അതിനുള്ള പരിഹാരങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭൂതം, വർത്തമാനം, ഭാവി, അങ്ങനെ അത്ര വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ ഈ കാർഡിൽ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഒരു നിലവിലെ മാനസിക വിഷമം നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെയല്ല, നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ നിലവിലെ മാനസിക വിഷമങ്ങളെയും ബന്ധത്തിൽ സംഭവിച്ച തകർച്ചകളെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഇത് അവർ തിരികെ വരുമോ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എന്തൊക്കെ മാറ്റണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് എന്നുകൂടി അറിയാനാണ് ഈ റീഡിങ്. 5 ഓഫ് കപ്പും 9 ഓഫ് സോർട്സും വരുന്നുണ്ട്. അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികൾ, അമിതമായിട്ടുള്ള ചിന്തകൾ, ഭയം നിങ്ങളെ ഒരുപാട് അലട്ടുന്നുണ്ടാകാം. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാത്തതിലുള്ളൊരു നിരാശയിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. 6 ഓഫ് കപ്പ് റിവേഴ്സാണ്, 4 ഓഫ് കപ്പ് റിവേഴ്സാണ്. പഴയ നല്ല ഓർമ്മകളിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളിപ്പോൾ പുറത്തു കടക്കാൻ ശ്രമിക്കുന്നൊരവസ്ഥയായിരിക്കാം. നിങ്ങളെ തേടി വരുന്ന പുതിയ അവസരങ്ങളെയോ മാറ്റങ്ങളെയോ നിങ്ങൾ ഇതുവരെ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് കാർഡുകൾ പറയുന്നത്. 9 ഓഫ് കപ്പ് റിവേഴ്സാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തതിൻ്റെയോ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയുടെയോ ഒരു അതിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം ഇത്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ ബന്ധത്തിലെ ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്നൊരു അവസ്ഥയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വ്യക്തത ഇല്ല, കാര്യങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് എന്നാണ് ആ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും വിഷമങ്ങൾക്കിടയിലും ഈ റീഡിങ്ങിൽ വന്നിട്ടുള്ള പോസിറ്റീവ് കാർഡുകൾ വളരെ ശക്തമായിട്ടുള്ളതാണ്. അവ നിങ്ങൾ ആരെയാണോ ശ്രദ്ധിക്കുന്ന ആ വ്യക്തിയുടെ പ്രണയത്തിൻ്റെ, അവർ നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൻ്റെ ആഴത്തിന് വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിവൈൻ കണക്ഷൻ, മേ ബി സോൾമേറ്റ്, ടിൻ ഫ്ലെയിം എനർജി, അതിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ പരസ്പരം ശക്തമായ ഒരു ആകർഷണവും പ്രണയവും ഇപ്പോഴും ഉണ്ട്. ആ പരസ്പര ബന്ധം അത്ര പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒന്നല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, കാർഡുകൾ പറയുന്നത്. ഏസ് ഓഫ് കപ്പ് വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഒരു പുതിയ ഒഴുക്ക്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. വികാരങ്ങൾ വീണ്ടും ഉണരുന്നു എന്നാണ് അതിനർത്ഥം. സ്ട്രെങ്ത്തും ഡെത്തും വരുമ്പോൾ ഡെത്ത് കാർഡ് വരുന്നത് ബന്ധത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അവസാനമല്ല, മറിച്ച് പഴയ തെറ്റായ രീതികളുടെ അവസാനവും പുതിയതായിട്ടുള്ളൊരു ജനനവുമാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിനെയാണ് അത് പറയുന്നത്. ഇതിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആന്തരികമായിട്ടുള്ള ഒരു കരുത്ത്, സ്ട്രെങ്ത്ത്, അത് കാർഡിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്കുണ്ട്. സ്റ്റാർ കാർഡ് വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാർഡ്. ഇത് പ്രത്യാശയുടെയും രോഗശാന്തി, ഹീലിംഗ്, ആഗ്രഹപൂർത്തീകരണത്തിൻ്റെയൊക്കെ ഒരു കാർഡാണ്. പ്രപഞ്ചം നിങ്ങളെ പോസിറ്റീവായിട്ടുള്ളൊരു ദിശയിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ്. അപ്പോൾ അവർ തിരികെ വരുമോ എന്ന് ചോദിച്ചാൽ അതെ, അവർ തിരികെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ പഴയ അതേ സ്വഭാവത്തോടെയോ അല്ലെങ്കിൽ പഴയ പ്രശ്നങ്ങളോടെയോ ആയിരിക്കില്ല. ഈ വേർപിരിയൽ രണ്ടുപേരിലും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. സ്റ്റാർ, ലവേഴ്സ്, 2 ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്പ്, ഇത്തരം കാർഡുകൾ ഒരുമിച്ച് വരുമ്പോൾ
ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനുള്ളത് ഒരു റീകൺസിലിയേഷനുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു സൂചനയെ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന പരിഹാരങ്ങൾ എനർജി ഹീലിംഗ് ആണ്. 5 ഓഫ് കപ്പ് അത് മാറ്റി വെക്കുക. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയാതെ നിങ്ങളുടെ ഊർജത്തിനെ തിരികെ പിടിക്കാനാണ് പറയുന്നത്. നിങ്ങൾ സന്തോഷവതി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു നല്ല എനർജി അവരെയും ആകർഷിക്കൂ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ അത് വർക്കാകൂ എന്ന് പറയുന്നുണ്ട്. സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുക. ഏസ് ഓഫ് കപ്പ് നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം ഒഴുക്കുക. ദിവസവും കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുക. മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭയം ഉപേക്ഷിക്കുക. കാരണം 9 ഓഫ് സോർട്സ് പറയുന്നത് അമിതമായിട്ടുള്ള ചിന്തയും നെഗറ്റീവ് ഭാവനകളും അവസാനിപ്പിക്കുക. രാത്രികളിൽ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക. അമിതമായിട്ട് ആലോചിക്കുന്നത് പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കുന്ന നല്ല കാര്യങ്ങളെ തടസ്സപ്പെടുത്തും എന്നാണ് പറയുന്നത്. ക്രിസ്റ്റൽ റെമഡീസ് ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ മാറാനും പ്രണയം തിരികെ വരാനും റോസ് കോഴ്സ് ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ക്ഷമയും കാത്തിരിപ്പും. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം മൂൺ അതിൻ്റെ ഒരു കാർഡുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ സമയമാകുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. പ്രപഞ്ചത്തിൻ്റെ ഒരു ടൈമിങ്ങിൽ, ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഒരു റീഡിങ്ങിലൂടെ ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലെ ഉപബോധ മനസ്സിലെ ഭയങ്ങളെയും യഥാർത്ഥ സാധ്യതകളെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ഒരു ബന്ധം കടന്നു പോകുന്ന നിശബ്ദമായിട്ടുള്ള ഒരു ഘട്ടവും അതിൻ്റെ ആഴത്തിലുള്ള കാരണങ്ങളും വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഈ വേർപിരിയൽ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ മൂണും 6 ഓഫ് കപ്പും റിവേഴ്സാണ്. നിങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നതോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംശയങ്ങളോ ഈ ബന്ധത്തിനെ ബാധിച്ചിട്ടുണ്ട്. 6 ഓഫ് കപ്പ് റിവേഴ്സാണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും പഴയ ചില ഈഗോ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങളുടെ കയ്പ് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ പഴയ രീതികൾ മാറാതെ ഈ ബന്ധത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. പ്രപഞ്ചം നിങ്ങളെ അകറ്റിയത് പരസ്പരം വേദനിപ്പിക്കാനല്ല, മറിച്ച് രണ്ടുപേർക്കും സ്വയം മാറാൻ വേണ്ടിയിട്ട് ഒരു സമയം തന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോ എന്താണ് അവരുടെ മനസ്സിൽ, എന്താണ് അവരുടെ കറണ്ട് എനർജി എന്ന് ചോദിച്ചാൽ 4 ഓഫ് കപ്പ് റിവേഴ്സാണ്, 9 ഓഫ് കപ്പ് റിവേഴ്സാണ്. നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയാണെങ്കിലും അവർ ഇപ്പോൾ എന്താ പറയുക, ഒരു പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തോടു കൂടിയല്ല, ഒരുതരം ശൂന്യത അവരും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ചുറ്റും മറ്റ് ആളുകളോ അവസരങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നിലും അവർക്ക് താല്പര്യം തോന്നുന്നില്ല. ഓക്കെ, നിങ്ങളോടൊപ്പമുള്ള ആ ഒരു പഴയ മാനസിക സംതൃപ്തി മറ്റെവിടെ നിന്നും അവർക്ക് ലഭിക്കുന്നുണ്ടാവില്ല. നിങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ അവരുടെ ഉള്ളിലും നടക്കുന്നുണ്ട് എന്നാണ് കാർഡുകൾ പറയുന്നത്. പക്ഷേ അത് പുറത്ത് കാണിക്കാൻ അവരുടെ ഈഗോ അല്ലെങ്കിൽ ഭയം തടസ്സം നിൽക്കുന്നതായിട്ടും പറയുന്നു. ഈ ബന്ധത്തിൻ്റെ ഭാവി എന്ന് പറയുമ്പോൾ ലവേഴ്സും 2 ഓഫ് കപ്പും ഏസ് ഓഫ് കപ്പും സ്റ്റാറും നമ്മൾ പറഞ്ഞു ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ടാരറ്റിൽ പ്രണയത്തിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും ഉയർന്ന കാർഡുകളാണ് 2 ഓഫ് കപ്പ്, ലവേഴ്സ്. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് അപൂർവമായിട്ടാണ്. കാരണം ഇത് സാധാരണ ഒരു പ്രണയമല്ല, ഒരു സോൾ കണക്ഷനാണ്. ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് എനർജി ആയിരിക്കാം. ഡെത്തും സ്ട്രെങ്ത്തും വരുമ്പോൾ ഈ കാർഡുകൾ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു പഴയ അധ്യായം പൂർണ്ണമായിട്ടും അവസാനിച്ചു കഴിഞ്ഞു എന്നാണ്. ആ പഴയ ആളുമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. പകരം ഡെത്ത് കാർഡിന് ശേഷം ഇപ്പോഴും പുതിയൊരു ജീവനുണ്ട്. എന്താ പറയുക, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഈ പ്രണയം വീണ്ടും ജനിക്കും. അതിൽ നിങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് കൂടുതൽ പക്വതയുള്ളവരായിട്ട് മാറേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ റീഡിങ്ങിൽ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വേഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അല്പം കൂടി നല്ലത്. കാരണം 2-3 മാറ്റേഴ്സ് ഉണ്ട്. ഒന്ന്, അവരെ പിന്തുടരുന്നത് നിർത്തുക. അവരുടെ സോഷ്യൽ മീഡിയ നോക്കുക, അവരെന്ത് ചെയ്യുന്നു, എന്തന്വേഷിക്കുക, അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നിങ്ങൾ അവരിലേക്ക് നെഗറ്റീവ് എനർജി അയക്കുന്നത് ആദ്യം നിർത്തുക. നിങ്ങളെപ്പോഴാണോ അവരെ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നത് അപ്പോൾ മാത്രമാണ് അവർക്ക് നിങ്ങളുടെ ഒരു മൂല്യത്തിനെ മനസ്സിലാക്കിയുള്ളൂ. നിഴല്
കാരണം നിഴൽ എന്ന് പറയുമ്പോൾ 9 ഓഫ് സോർട്സ് കാണിക്കുന്ന മാനസിക വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ജേണലിങ് ശീലമാക്കാൻ നല്ലതാണ്. നിങ്ങളുടെ പേടികൾ, സങ്കടങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അത് കത്തിച്ച് കളയുക. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയെ പുറന്തള്ളാൻ വേണ്ടി അത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പ്രത്യാശയോടുകൂടി തന്നെ ഇരിക്കുക. സ്റ്റാർ കാർഡ് തന്ന അവർ തിരികെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയേക്കാൾ എൻ്റെ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കൂ എന്നൊരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. പ്രപഞ്ചം നിങ്ങൾക്കായിട്ടൊരു വഴി ഒരുക്കുന്നുണ്ട് എന്നാണ് ചുരുക്കം. കാരണം അവർ തിരികെ വരാനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അതിനുള്ള താക്കോല് നിങ്ങളുടെ കൈവശമാണ്. നിങ്ങൾ എത്രത്തോളം സ്വയം ഹീലാകുന്നുവോ അത്രയും വേഗത്തിൽ അവർ നിങ്ങളിലേക്ക് തിരികെ എത്തും എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ പ്രപഞ്ചം അതിനെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിലൊരു കാലതാമസം, ഇപ്പോൾ ഇത് ബ്രേക്കപ്പൊക്കെ ആയിട്ട് കുറേ നാളായിട്ടുണ്ടാവും. ഒരു കാലതാമസം നേരിടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മൂണും സൺ ഓഫ് സോഴ്സും 9 ഓഫ് സോഴ്സും 5 ഓഫ് കപ്പുമാണ്. കാരണം ഈ 3 കാർഡുകളും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളെപ്പോഴും ഒരു കടുത്ത മാനസിക അന്ധകാരത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. അവരുടെ കാര്യമല്ല, നിങ്ങളുടെ കാര്യം. മൂൺ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഭയങ്ങളെയും അവിശ്വാസത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരെന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അവർ ഇനി മാറുമോ? എന്തായിരിക്കും ഇനി സംഭവിക്കുന്നത്? അങ്ങനെയുള്ള അദൃശ്യമായിട്ടുള്ള ഒരുപാട് ഭയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് പറയുന്നുണ്ട്. ഈ ഭയമാണ് 9 ഓഫ് സോർട്സായി മാറി നിങ്ങളുടെ ഉറക്കത്തിനെ കെടുത്തുന്നത്. ഈ നെഗറ്റീവ് ചിന്താഗതി കാരണം നിങ്ങൾക്ക് ചുറ്റും ഒരു മതിലാണ് തീർക്കുന്നത്. അത് അവർക്ക് നിങ്ങളിലേക്ക് എനർജി ലെവലിൽ തിരികെ കൊണ്ടുവരാൻ വേണ്ടി തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ അതിന് നിങ്ങളുടെ തടസ്സം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അവർ നിങ്ങളിലേക്ക് തിരികെ വരാതിരിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ എനർജിയെ ചേഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. അവരെപ്പോഴായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാരറ്റ് നോക്കി കൃത്യമായിട്ടുള്ളൊരു തീയതി പ്രവചിക്കുന്നത് കറക്റ്റ് അല്ല. എങ്കിലും ചില സൂചനകൾ പറയാം. കാരണം ഡെത്ത് കാർഡ് പെട്ടെന്നുള്ളതും അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. പക്ഷേ സ്റ്റാർ കാർഡ് പറയുന്നത് ഒരു ഹീലിംഗ് പീരീഡ്, രോഗശാന്തിയുടെ ഒരു സമയം, അതിനുള്ളൊരു സമയം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ജെമിനി, അക്വേറിയസ്, സ്കോർപിയോ എനർജി. ഈ റീഡിങ്ങിലെ ലവേഴ്സ് ജെമിനിയാണ്, സ്റ്റാർസ് അക്വേറിയസ് ആണ്, ഡെത്ത് സ്കോർപിയോ ആണ്. എന്നീ രാശികളുടെ ശക്തമായിട്ടുള്ളൊരു സ്വാധീനത്തെ പറയുന്നുണ്ട്. മേ ബി വരാനിരിക്കുന്ന അടുത്തൊരു 3 മുതൽ 5 വരെയുള്ള ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ ഡേറ്റോ സമയമോ ഈ ഒരു ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയൊരു വഴിത്തിരിവുണ്ടാക്കും. അതിനുള്ളിലെ നിങ്ങളുടെ 2 പേരുടെ ഉള്ളിലെ ആ മാറ്റങ്ങൾ പൂർണ്ണമാകും എന്ന് പറയുന്നുണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ തിരികെ വരുമ്പോൾ ആ ഒരു സമാഗമം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഏസ് ഓഫ് കപ്പും 2 ഓഫ് കപ്പും സ്ട്രെങ്ത്തുമാണ് വരുന്നത്. അവർ തിരികെ വരുമ്പോൾ അത് വെറും ഒരു മാപ്പ് പറച്ചിലോ മെസ്സേജിലോ ഒതുങ്ങില്ല. ഏസ് ഓഫ് കപ്പ് കാണിക്കുന്നത് വികാരങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്കാണ്. 2 പേരും പരസ്പരം എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തുറന്നു പറയും. അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് പറയുമ്പോൾ ഇത്തവണ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ 2 പേർക്കും നല്ല ക്ഷമയും പക്വതയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. പഴയതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ട് പിരിയുന്ന സ്വഭാവം മാറി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ വേർപിരിയൽ നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ നിന്നുള്ളൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താ പറയുക, ഭൂതകാലത്തിന്റെ ചിതാഭസ്മത്തിൽ നിന്ന് നമുക്ക് എന്താ പറയുക പുതിയൊരു പ്രണയം മുളപൊട്ടും എന്ന് പറയുന്ന പോലെ തന്നെ ആ കഴിഞ്ഞുപോയ പ്രണയത്തിന്റെ ചാരത്തിൽ നിന്ന് പുതിയൊരു പ്രണയം ഉയർന്നു വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 4 ഓഫ് കപ്പ് റിവേഴ്സിന്റെ എനർജി സ്വീകരിക്കുക. അതായത് സങ്കടത്തിന്റെ ലോകത്തിരുന്ന് ഈ പ്രപഞ്ചം തരുന്ന സൂചനകളെ അവഗണിക്കാതിരിക്കുക. നിങ്ങൾക്കായി പുതിയൊരു പ്രഭാതം കാത്തിരിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം സത്യമാണെങ്കിൽ ആ ലവേഴ്സ് കാർഡ് ഉറപ്പ് നൽകുന്നത് പോലെ തന്നെ ആ പ്രപഞ്ചത്തിന്റെ നിയമപ്രകാരം നിങ്ങൾ ആർക്കും വേർപ്പെടുത്താൻ കഴിയില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. സമാധാനമായിരിക്കുക. നിങ്ങളുടെ ഹീലിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാം ശുഭമായിട്ട് വരും എന്നാണ് കാർഡുകൾ പറയുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ആ വ്യക്തി തിരികെ വരുമെന്ന് ചോദിച്ചാൽ വരും. അതിനാദ്യം നിങ്ങളെ തന്നെ സുഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.
അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ 12 കാർഡിൽ നിന്ന് നമുക്ക് കിട്ടിയത്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനറൽ റീഡിംഗ് ആണ്. ഞാൻ ഈ ഒരു ടോപ്പിക്കിലെടുത്ത കുറച്ച് കാർഡുകൾ മാത്രമാണ്. സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. റീഡിംഗ് എടുക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞ് ഒരു സൊല്യൂഷൻ എടുത്ത് മുന്നോട്ട് പോവുക. അല്ലാതെ പിന്നെ വീഡിയോ തന്നെ കണ്ട് വിലപ്പെട്ട സമയം കളയാതിരിക്കുക. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും, സന്തോഷിപ്പിക്കലല്ല. റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബ്രേസ്ലെറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് വിശ്വാസമുള്ളവർ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. വണ്ണം കൂട്ടാൻ, വണ്ണം കുറയ്ക്കാൻ, പ്രണയത്തിന് വേണ്ടിയിട്ട്, കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് മാജിക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, പ്രണയം ആകർഷിക്കാൻ, PCOD പ്രശ്നങ്ങൾ, അങ്ങനെ പലതരം കാര്യങ്ങൾക്കായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് ലഭ്യമാണ്. താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഏത് ബ്രേസ്ലെറ്റ് എന്നുള്ളത് എന്തിനാണ് എന്ന് നിങ്ങൾ ആദ്യം പറയാം. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന്. അല്ലാതെ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒരുപാട് ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറയുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം മിഷാനി.